ഈ വീഡിയോയിൽ നമ്മൾ ഇസ്രായേലിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത്. ഇറാന്റെ സൈഡിലും ഇസ്രായേലിന്റെ ഭാഗത്തും കൂടെ രണ്ട് മാധ്യമങ്ങൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ റെഡ് ലൈനിൽ ഇറാന്റെ മാധ്യമം തന്നെ തുടങ്ങാം. അപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഹെസ്ബുള്ളയുടെ ഡ്രോൺ അറ്റാക്കിൽ രണ്ട് മിലിറ്റൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഹെസ്ബുള്ളയുടെ റോക്കറ്റ് അറ്റാക്കിൽ 2 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നോർത്തേൺ ഗാസയിൽ 4 സോൾജേഴ്സ് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഓപ്പറേഷന്റെ ഇടയിലാണ് കൊല്ലപ്പെട്ടത്. അതുകൂടാതെ ഹൈഫ ഭാഗത്തായിട്ട് ഹിസ്ബുള്ള തുടരെ നല്ല രീതിയിലുള്ള അറ്റാക്ക് നടത്തുകയായിരുന്നു. അതിൽ ഒരു കിൻഡർ ഗാർഡനിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കിൻഡർ ഗാർഡനിന്റെ ഫോട്ടോയാണ് ഞാനിവിടെ കാണിക്കുന്നത്. കിൻഡർ ഗാർഡനിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, പക്ഷേ അതിൽ അപകടങ്ങളൊന്നുമില്ല. മീൻസ് ഹ്യൂമൻ ലൈഫ് ഒന്നും അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അവിടെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ വലിയ തോതിലുള്ള അറ്റാക്ക് ഒന്നും ഇന്ന് നടന്നില്ല. പിന്നെ ഇന്ന് മേജറായിട്ട് ഇസ്രായേൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ ലൈൻ എന്ന് പറഞ്ഞാൽ സിറിയയുടെ ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്തായിട്ട് UN അപ്രൂവ് ചെയ്തിരുന്ന ഒരു ലൈൻ ഉണ്ട് പണ്ട്, ആ ഒരു കൺട്രോൾ ലൈൻ ഞാൻ ഇമേജിൽ കാണിക്കുന്നതാണ്. ആ ഒരു ഡെസേർട്ടിൽ കിടക്കുന്ന, ആ ഒരു ഗോലാൻ ഹൈറ്റ്സിൽ കിടക്കുന്ന ആൽഫ ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈനിനോട് ചേർന്ന് ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇസ്രായേൽ. ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റിക്കും ഒരു മെഷർമെന്റ്സിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇത്രയും കാലം അതിനകത്ത് ഒരു അപ്രോച്ചും ചെയ്യാതിരുന്നതാണ്. ഇപ്പം ട്രംപ് ജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചെറിയ മെഷേഴ്സ് ഒക്കെ എടുക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് സിറിയയുടെ ഭാഗത്ത് അവിടെ ഇസ്രായേൽ വളരെ എഫക്റ്റീവായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ, ഇതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് US-ഉം UK-യും സനാ സിറ്റി, അതായത് ഹൂത്തികളുടെ മേളിൽ നല്ല രീതിയിലുള്ള അറ്റാക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഹൂത്തീസിനെയാണ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അല്ല അറ്റാക്ക് ചെയ്യുന്നത്, അത് ശരിക്കും US UK ആണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് റെഡ് സീയുടെ ഒരു സേഫ് സോൺ വിചാരിച്ചുകൊണ്ടാണ് അവിടെ ഒരു അറ്റാക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ദിവസങ്ങളോളം അത് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ IDF ഗാസയ്ക്കുള്ളിൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ US-ഉം അതിനെക്കുറിച്ചുള്ള യൂറോപ്യൻ യൂണിയൻസിലും അതിൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ഈ ഒരു എയ്ഡ് വർദ്ധിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എയ്ഡിന്റെ ട്രക്കുകൾ കൂടുതൽ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടുള്ള എയ്ഡിന്റെ ട്രക്കുകൾ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ട് എന്നുള്ളതാണ് അറിയാം. പിന്നെ തായ്ലാന്റിൽ അറ്റാക്കിന്റെ ഒരു പ്ലാൻ ഉണ്ട്. അവിടെ ടെറർ അറ്റാക്കിന് സാധ്യതയുണ്ടെന്ന് തായ്ലാന്റിലേക്ക് ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണമെന്നുള്ളതാണ് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ എത്രയും ഇസ്രായേലിലേക്ക് മടങ്ങാന്നുള്ളതാണ് ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. തായ്ലാന്റിൽ ഒരു ടെറർ അറ്റാക്കിനുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അവർ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇറാൻ ഒരു മാസമായിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അത് ഏത് രീതിയിൽ ചെയ്തു, എങ്ങനെ ചെയ്തു ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഇസ്രായേൽ ഇറാനിലോട്ട് ഒരു സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു October 26 അറ്റാക്കിന് മുമ്പായിട്ട് ഒരു സൈബർ അറ്റാക്ക്, അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു 181 ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടതിന്റെ പുറകെ ആ വീക്കിൽ തന്നെ ഇസ്രായേൽ അവർക്ക് സൈബർ അറ്റാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തിരിച്ചൊരു സൈബർ അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇറാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന IDF-ന്റെ ചീഫായിട്ടുള്ള യോവ് ഗാലന്റിന്റെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന കുറേ ഡോക്യുമെന്റ്സും അതേപോലെ കുറച്ച് ഏതാണ്ട് 171 GB-യോളം വർത്ത് വരുന്ന ഒരു ഫയല് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അതിന്റെ ഡീകോഡിംഗ് ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ പ്രാഥമികമായിട്ട് അവർ കുറച്ച് ഫോട്ടോസ്, യോവ് ഗാലന്റിന്റെ കുറച്ച് ഫോട്ടോസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ഒക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ട് വേണം നമുക്കത് ഇതാക്കാൻ പറ്റും. കാരണം ഇസ്രായേലിന്റെ സൈഡിൽ നിന്നായാലും ശരി, അത് ഗ്ലോബൽ മീഡിയയിൽ തന്നെ അതൊരു കൺഫർമേഷൻ വാർത്തയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇറാന്റെ ഓൺലി സോഴ്സ് വെച്ചിട്ട് നമുക്കത് അത്തോറൈസ്ഡ് ആയിട്ട് എടുത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഇത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു വാർത്തയായതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഇറാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മാസ് അറ്റാക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇസ്രായേൽ പോലത്തെ ഇത്രയും ഡിഫൻസിൽ ഇത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു ടെക്നോളജിക്കലി ഇത്രയും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം ബ്രീച്ച് ചെയ്ത് ഇറാൻ അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു മാസ് സംഭവം തന്നെയാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത് കൂടാതെ ഇതിനകത്ത് പറയാനുള്ളത് പറഞ്ഞാൽ, അതായത് അവരങ്ങനെ ചെയ്യുന്നെങ്കിൽ, അതായത് ഞങ്ങളും നിങ്ങൾക്ക് തുല്യരാണ്, ഈക്വൽ ആണെന്നുള്ള രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ് ശരിക്കും ഇറാൻ ഈ ഒരു മെസ്സേജിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ നമുക്കത് പറയേണ്ടി വരും. ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട് മുന്നിൽ വരുന്നത്, കാരണം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ PMO ഓഫീസിൽ നിന്നും കുറെ ഡോക്യുമെന്റ്സ് ലീക്ക് ചെയ്തതിന്റെ പേരിൽ ഒരു 5-6 ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്ന സെക്യൂരിറ്റി ബ്രീച്ചിന്റെ ഭാഗമായിട്ട് വന്നിട്ടാണ് ഈ യോവ് ഗാലന്റിനെയൊക്കെ ഫയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ആരെങ്കിലും പെൻഡ്രൈവ് അതേപോലത്തെ കാര്യങ്ങളിൽ ഈ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരു ജർമ്മനിയിലുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടറിന് കൈമാറി എന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിൽ കൈമാറിയതിലൂടെ ഇത് ഇറാനിൽ എത്തിയതാണോ എന്നും ഒരു സംശയമുണ്ട്. അതായത് ഇസ്രായേലിന്റെ സൈബർ അറ്റാക്കിന് ഞങ്ങളൊരു പകരം സൈബർ അറ്റാക്ക് കൊടുത്തു എന്നുള്ള നിലയിലുള്ള ഇറാന്റെ ഒരു വാദം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത് എത്ര ദൂരം മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് കണ്ടറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ പൊളിറ്റിക്കൽ റെജീമിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനൊരു കാരണമുള്ളതെന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടുന്ന, അതായത് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടുന്ന ഒരു കേസ് അവിടെ നടപ്പുണ്ട്, ഒരു കറപ്ഷൻ കേസ്.
ആ കറപ്ഷൻ കേസിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിനേറെയായി. അപ്പം ഈ ഒരു വാറും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി റീസൺസിനൊക്കെ കോസ് കാണിച്ച് ബെഞ്ചമിൻ നെതന്യാഹു കോർട്ടിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് ഒരു കാലപരിധി നീട്ടിവെക്കണം, അതായത് മാർച്ച് 2025 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നീട്ടണം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിക്വസ്റ്റ് കോടതി മുഖവിലേക്ക് എടുത്തില്ല. അതിന് പകരം ഡിസംബർ 2024 വരെയുള്ള ടൈം ലൈനാണ് ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തത്. അപ്പൊ ഇനിയിപ്പോ ഡിസംബർ വരാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഒരു റിക്വസ്റ്റ് കൂടെ വെച്ചിട്ടുണ്ട്. അതായത് എന്റേത് ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തതുപോലെ മാർച്ച് 2025 വരെ എനിക്ക് ടൈം വേണം, കാരണം ഈ ഒരു ബിസി അറ്റ്മോസ്ഫിയറിൽ എനിക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ആകാനുള്ള ഒരു ടൈം ലൈൻ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കോടതി അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇസ്രയേലിന്റെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ ഇതിന് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടെ 2 പേരെ ഫയർ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിപ്പോ IDF ചീഫ് ഓൾറെഡി ഫയർഡ് ആണ്. അത് വേറെ റീസൺ കൊണ്ട് അത് ഫയർഡ് ആണെന്നുണ്ടെങ്കിൽ AG എന്ന് പറയുമ്പോൾ അവരുടെ അറ്റോർണി ജനറൽ ഒരു ലേഡിയാണ്, മിയാറ എന്ന് പറഞ്ഞ ലേഡിയെ പിന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെയും പിരിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ചില ആക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ തന്നെ സുപ്പീരിയർ ആയിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ബെൻ ഗിവറിന്റെ പദവിയും കൂടെ പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഇപ്പൊ ട്രംപ് വന്നത് നെതന്യാഹു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ട് പുള്ളി കുറെ തീരുമാനങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴും പൊളിറ്റീഷ്യന്റെ മേളിൽ വരുന്ന ആരോപണങ്ങൾ ഒരു പക്ഷേ ശരിയാവാം, തെറ്റുമാവാം, അത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളി പൊളിറ്റിക്കലി സർവൈവ് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇസ്രയേലിന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ഗുണമുണ്ടാവുമോ ദോഷമുണ്ടാവുമോ നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ബെഞ്ചമിൻ നെതന്യാഹു വളരെ ഇന്ത്യക്ക് ബെനിഫിഷ്യൽ ആണ്. അതായത് കറപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻക്വയറിയിൽ വെളിയിൽ വരിക തന്നെ വേണം, അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ വേണം. അപ്പൊ അതിന് ടൈം ലൈൻ കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെ കോർട്ട് തീരുമാനിക്കുന്ന വിഷയമാണ്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധപ്പെട്ട ആൾക്കാർ, അറ്റോർണി ജനറൽ, ഇതേപോലെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ, ഇവരെയൊക്കെ ഫയർ ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ പ്ലേസ് ചെയ്തിട്ട് അതിലൂടെ ഈ കേസിൽ നിന്ന് വെളിയിൽ വരാനാണ് ശ്രമിക്കുന്നത്. അയാൾ വലിയ തലയുള്ള ആളാണ്. അത് എങ്ങനെ ഏത് രീതിയിൽ അയാൾ സർവൈവ് ചെയ്ത് വരും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന ട്രംപ് സർക്കാരിലുണ്ടായിരുന്ന 2 ഡിപ്ലോമാറ്റ്സ്, ഇസ്രയേലിന്റെ മുൻ ഡിപ്ലോമാറ്റ്സ്, അവർ 2 പേരും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അനക്സേഷന് വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമിക്കരുത്. അതായത് ട്രംപിന്റെ സെക്കൻഡ് ഗവൺമെന്റ് നിങ്ങൾക്ക് ഈ ഒരു ജെറുസലേം അനക്സേഷൻ ചെയ്തു തരും, അതായത് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ ചെയ്തു തരും എന്നുള്ള രീതിയിൽ. അനക്സേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, അതായത് വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിനോട് ജോയിൻ ചെയ്യിപ്പിക്കുക, അത് ചേർത്ത് ഇണക്കാനുള്ള ആ ഒരു പരിപാടി. ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഓൾറെഡി അവർ കോൺടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതി എനിക്ക് തോന്നുന്നു ടെൻഷൻ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇനിയും ടൈം ഉണ്ടല്ലോ, ജാനുവരിയിലാണ് ട്രംപിന്റെ ആക്ച്വൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നിയുക്ത പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവിടെ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും സ്റ്റിൽ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഈ ഒരു ടെൻഷൻ ഒന്ന് പിന്നെ ലോ ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപകാരപ്പെടുക എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് ഇസ്രയേൽ ഒരിക്കലും ജെറുസലേം എന്ന് പറഞ്ഞ, അതായത് ഈ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള അലക്സ മോസ്ക് ഉൾപ്പെടുന്ന ആ പോർഷൻ ഒരിക്കലും പിന്നെ ഇസ്രയേലിനോട് ചേർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അത് സോവറിൻ പാർട്ട് ഓഫ് പാലസ്തീൻ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ 2 സൈഡിലും ഈ ഒരു ആർഗ്യുമെന്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബാക്ക് ടു ബാക്ക്. ഇത് ഏതിൽ ചെന്ന് അവസാനിക്കുമ്പോൾ നമുക്കറിയത്തില്ല. പിന്നെ ഈ എൻവോയ്സ് ആയിട്ടിരുന്ന ഈ ആൾക്കാർ 2 പേരും പറയുന്നത് സമാധാനത്തിലൂടെ മാത്രമേ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റൂ, അല്ലാതെ ഒരു യുദ്ധത്തിലൂടെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല, അത് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് അവരുടെ ഉപദേശം. പിന്നെ സൗദി അറേബ്യ ക്രൗൺ പ്രിൻസ് MBS ഇറാന് ഒരു ബാക്കപ്പ്, ഇന്നലത്തെ ഒരു അറബ് ലീഗ് മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിനുശേഷം ഇറാനെ പിന്തുണച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ പിന്നെ ഒരു മിലിറ്ററി ഡിഫൻസിന്റെ ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട്, ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പിന്നെ സൗദി അറേബ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇറാൻ സന്ദർശിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏത് രീതിയിലായിക്കോട്ടെ, സൗദി യമനിലൊക്കെ പോയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്താണ്, നമ്മൾ കണ്ടതാണ് ആ ഏത് രീതിയിൽ ആ ഒരു ഫൈറ്റിങ്ങും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. അവർ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പാണ് നമുക്ക് അവന്റെ ഇടയിൽ, സൗദിക്കും ഇറാന്റെ ഇടയിലും കാണാൻ കഴിയുന്നത്. പിന്നെ ഇറാൻ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ടണൽ ബിൽഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് ആണ് പുറത്തു വരുന്നത്. അവർ ആ ടണൽ ബിൽഡ് ചെയ്യുന്നത് ടെഹ്റാൻ സിറ്റിയിൽ നിന്നും ഖൊമൈനി ഹോസ്പിറ്റൽ, അവിടെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ്, അത് ഹൈലി ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള നല്ല ഫാക്കൽറ്റി ഉള്ള ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്കാണ് ഇവർ അണ്ടർഗ്രൗണ്ട് ടണൽ ഇവർ പണിയുന്നത്. അതായത് ഇവർ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധമോ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ ഒരു സീക്രട്ട് പിന്നെ റൂട്ട് വഴി ഇവർക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്താനുള്ള ഒരു എമർജൻസി റൂട്ടായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പക്ഷേ ഇത് മൊസാദ് കണ്ടെത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കീ പോയിന്റ്. ഇവർ ടണൽ പണിതുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം പകുതിയൊക്കെ പണിതെന്ന് തോന്നുന്നു. അറ്റ് എമർജൻസി ലെവലിലാണ് അവർ പണിതുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഈ ഒരു പിന്നെ ലാസ്റ്റ് വീക്കിലൊക്കെ ഹൈ ലെവൽ ടെൻഷൻ പീക്കിൽ ഇരുന്ന സമയത്ത് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് ഓൾറെഡി മൊസാദ് അത് കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അവരത് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ഒരു ടണൽ പണിയുന്നുണ്ടെന്നുള്ളത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഷിൻബെറ്റിന്റെ ചീഫ് ആയിട്ടുള്ള ആളിനെയും പിന്നെ ഫയർ ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അപ്പം മാക്സിമം ഉള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൊസിഷന് ത്രെട്ട് വരുന്ന ആൾക്കാരെല്ലാം തെരഞ്ഞു പിടിച്ച് ഇപ്പൊ ഇസ്രായേലിന്റെ ഉള്ളിൽ അവരെല്ലാം ഡിസ്മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അവരെല്ലാം റീപ്ലേസ് ചെയ്യാനുള്ള കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. അപ്പൊ അതിന് ഈ ബെൻ ഗിവർ എന്ന് പറഞ്ഞ ഇതിന്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് എന്നാണ് പുള്ളി പിന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്, ഒരു ഡെമോക്രസി ഉള്ള നാട്ടിൽ എന്തൊക്കെ പൊളിറ്റിക്കൽ സ്റ്റണ്ടുകൾ നടക്കുമോ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു അല്ല, നാളെ വേറെ മിനിസ്റ്ററുകൾ വരാം. ഇതിനു മുമ്പ് ഒരുപാട് ഏരിയൽ ഷാരോൺ ഉൾപ്പെടെയുള്ള ഒരുപാട് മിനിസ്റ്റേഴ്സ് അവിടെ ഇരുന്ന് പോയിട്ടുള്ളതാണ്. പക്ഷെ അവിടുത്തെ ആ പൊസിഷൻ എന്ന് പറയുന്നതും ആ സ്റ്റേറ്റിന്റെ, ഇസ്രായേൽ സ്റ്റേറ്റിന്റെ താല്പര്യങ്ങളും രണ്ടാണ്. ഇസ്രായേലിന്റെ സ്റ്റേറ്റിന്റെ ഗാസ അഥവാ പിന്നെ ഈ ഒരു വെസ്റ്റ് ബാങ്ക്, ഈ ഒരു ഹെസ്ബുള്ള, ഇതിനോടൊക്കെ ഉള്ള ഒരു നിലപാടെന്നുള്ളത് ഇത് ഡീപ് സ്റ്റേറ്റ്, അതായത് ഇസ്രായേലിന്റെ സ്റ്റേറ്റിന്റെ താല്പര്യങ്ങളാണ്. പക്ഷെ അതേസമയം അവിടെ ബെഞ്ചമിൻ നെതന്യാഹു അല്ല, ആര് വന്നാലും ഇസ്രായേലിന്റെ ഇവരോടുള്ള അപ്രോച്ച് ഇതേപോലെ തന്നെയായിരിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. അത് നമ്മൾ കുറെ ലോങ് ടൈമിൽ ഇത് കണ്ടുവരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല. പിന്നെ ഈ ഒരു സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ ഇപ്പം ഒരു അവിടുത്തെ അൺസർട്ടനിറ്റി, ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെളിയിൽ തന്നെ ഇസ്രായേലിന്റെ വാർത്തകളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ അപ്ഡേറ്റ്സുകൾ കിട്ടുന്ന മുറയ്ക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.